നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1, 2025 വെള്ളി. അങ്ങനെ നമ്മൾ പുതിയ മാസത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. നിഫ്റ്റിയുടെ പുതിയ വീക്ക്ലി മന്ത്ലി എക്സ്പയറിയിലേക്കൊക്കെ പുതിയ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഇന്ന് ബിൽഡ് ചെയ്യപ്പെടും. അതുകൂടാതെ ഇന്നലെ US മാർക്കറ്റിൽ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. എങ്കിലും US മാർക്കറ്റുകൾ ഇന്നലെ നഷ്ടത്തോടുകൂടി അവസാനിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും മെക്സിക്കോയ്ക്കെതിരെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട നെഗോസിയേഷൻ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഒരു ചോപ്പി ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു ദൃശ്യമായതെങ്കിൽ കൂടിയിട്ടും ഔദ്യോഗികമായി 25% ട്രേഡ് താരിഫിന്റെ പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്കെതിരായി വന്നെങ്കിൽ കൂടിയിട്ടും ട്രേഡ് താരിഫിന്റെ നെഗോസിയേഷനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാലും HULന്റെ Q1 ഏർണിംഗ്സ് സ്ട്രീറ്റ് എസ്റ്റിമേഷനെയൊക്കെ മറികടന്ന് ബെറ്റർ ആയിട്ട് വന്നതിനാലും അതിന്റെ ഫലമായിട്ട് ഇന്നലെ FMCG സ്റ്റോക്കുകളുടെ ഭാഗത്ത് നിന്നുള്ള തകർപ്പൻ പ്രകടനവും തത്സമയം ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറുകളുടെ മോശമായ പ്രകടനത്തെയൊക്കെ തുടർന്ന് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 5588.91 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6372.71 കോടി രൂപയ്ക്ക് ബൈ നടത്തുകയുണ്ടായി. ഇന്നലത്തെ സെല്ലിങ്ങോടുകൂടി തുടർച്ചയായി 4 മാസം ഉണ്ടായിരുന്ന ബൈങ്ങിന് ശേഷം 47,666.68 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ജൂലൈ മാസം നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയി മാറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ നിലവില് പ്രധാനപ്പെട്ട 2 ലെവലുകളുടെ ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് നിഫ്റ്റിയുടെ 100-ഡേ EMAയുടെയും അതായത് 24,600 എന്ന ലെവൽ താഴേക്കും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMAയുടെ 24,950 എന്ന ലെവലിനിടയിലായിട്ടും. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം 24,950 എന്ന ലെവൽ നിഫ്റ്റി അതിശക്തമായി മറികടന്നുകൊണ്ട് അതിന് മുകളിലായിട്ട് നിലനിൽക്കാത്തോടത്തോളം 24,950നും 24,600നും ഇടയിലുള്ള ഒരു കൺസോളിഡേഷൻ ആണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്താക്കാമെന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. അതേസമയം 24,600 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായ 24,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് മാറിയേക്കാം. ഈ ലെവൽ ഭേദിക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പറയപ്പെടുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മാർക്കറ്റാണ്. മാർക്കറ്റിൽ ഒരു കാര്യങ്ങളും കോൺക്രീറ്റ് അല്ല. ഈ കാര്യങ്ങളൊക്കെ എക്സ്പേർട്ടുകളുടെയും അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്. മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ പൊസിഷനിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ITC, അദാനി പവർ, ടാറ്റ പവർ കമ്പനി, UPL, LIC ഹൗസിംഗ് ഫൈനാൻസ്, ഡൽഹി വെറി, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഗ്രാഫൈറ്റ് ഇന്ത്യ, GR ഇൻഫ്രാ പ്രൊജക്ട്സ്, JK ലക്ഷ്മി സിമെന്റ്, ജുപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ്, മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച്, നാരായണ ഹൃദയാലയ, സിംഫണി, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങിയ കമ്പനികൾ അവയുടെ Q1 ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അതുപോലെ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഗസ്റ്റ് 14 നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്നും 5 രൂപ 50 പൈസ ഡിവിഡൻഡ് പെർ ഷെയറിന്റെ റെക്കോർഡ് ഡേറ്റ് ഓഗസ്റ്റ് 14 ആണെന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെയും ഹ്യുണ്ടായി ഇന്ത്യയുടെയും Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വീക്കായ ഡൊമസ്റ്റിക് ഡിമാൻഡ് ആണ് മാരുതി നേരിട്ടെങ്കിൽ കൂടിയിട്ടും കമ്പനിയുടെ എക്സ്പോർട്ട് വർദ്ധിച്ചതിനാല് സ്ട്രീറ്റ് എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള Q1 ഏർണിംഗ്സ് ആണ് കമ്പനി പ്രസിദ്ധീകരിച്ചത്. തത്സമയം ഹ്യുണ്ടായി ഇന്ത്യക്ക് സെയിൽസിൽ വർധനവ് രേഖപ്പെടുത്തിയെങ്കിലും പ്രോഫിറ്റിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇൻഫോസിസിനും വിപ്രോയ്ക്കും 1%-ലേറെ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ മറ്റെല്ലാ ADR സ്റ്റോക്സും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. കൂട്ടത്തിൽ ICIC ബാങ്ക് ADRന് 1%-ലേറെ നേട്ടം കൈവരിക്കാനും സാധിക്കുകയുണ്ടായി. ഇന്ന് ചില പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സ് ഉണ്ട്. ഉച്ചയ്ക്ക് 2:30 യൂറോപ്പിൽ നിന്നും ഇൻഫ്ലേഷൻ റേറ്റ് ഫ്ലാഷ് ജൂലൈ മാസത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി US നിന്നും അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, നോൺ ഫാം പേറോൾസ്,
ISM മാനുഫാക്ചറിംഗ് PMI തുടങ്ങിയ ഡേറ്റകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ജൂലൈ മാസത്തെ. അതുപോലെ തന്നെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും മെക്സിക്കോയ്ക്ക് അനുകൂലമായി പുതിയൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ട്രേഡ് ഡീലിന്റെ നെഗോസിയേഷന് 90 ദിവസം കൂടി നീട്ടി നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇത് ബാധകമല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നൽകുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. മൈക്രോസോഫ്റ്റിന്റെ ക്വാർട്ടർ ഏർണിംഗ്സ് ബെറ്ററായി വന്നതിനെ തുടർന്ന് $4 ട്രില്യൺ എന്ന മൂല്യത്തിലേക്ക് കമ്പനി എത്തിച്ചേർന്നതിന്റെ ഫലമായിട്ട്, അതുകൂടാതെ കമ്പനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ അത് നിക്ഷേപകരിൽ ഉണ്ടാക്കിയ ആത്മവിശ്വാസത്തിന്റെ ഫലമായിട്ട് ഇന്നലെ സ്റ്റോക്കിന് $4 ട്രില്യൺ എന്ന മൈൽ സ്റ്റോൺ കടന്നുകൊണ്ട് NVIDIAക്ക് ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയായിട്ട് മാറുകയുണ്ടായി. അതുകൂടാതെ മെറ്റയുടെ ഭാഗത്ത് നിന്ന് വന്ന 12.1% റാലിയും ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിന്റെ അത്യുന്നതിയിലേക്ക് എത്തിക്കുവാൻ പ്രധാന ഘടകമായി മാറിയെങ്കിലും ഈ നേട്ടങ്ങളൊന്നും ഇരു മാർക്കറ്റിനും നിലനിർത്താൻ ആയില്ല. ഇന്ന് ട്രേഡ് താരിഫിന്റെ ഡെഡ് ലൈൻ അവസാനിക്കുന്നത് മൂലം ഗ്ലോബൽ ട്രേഡ് ടെൻഷൻ ഉയർന്നതിന്റെ ഫലമായിട്ട് ഈ നേട്ടങ്ങളൊന്നും ഇന്നലെ US മാർക്കറ്റ് നിലനിർത്താനായില്ല. തൽഫലമായി നിലവിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 51 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം തുടരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ നടന്നതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ ഡോളർ ശക്തമായെങ്കിലും യൂറോപ്യൻ കറൻസിക്ക് 2.3% ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്നലെ 3 യൂറോപ്യൻ മാർക്കറ്റ്സുകളും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലൊക്കെ നേരിയ ഇടിവ് ദൃശ്യമാണ്. തത്സമയം ഗോൾഡിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നതെങ്കിലും ലോങ് അപ്പർ ഷാഡോ ഡെയിലി ടൈം ഫ്രെയിമിൽ ദൃശ്യമാകുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് കടക്കുകയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബിൽഡപ്പ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഇന്നുകൊണ്ടും തിങ്കളാഴ്ച കൊണ്ടൊക്കെ ഓൾമോസ്റ്റ് ബിൽഡപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്കിലും നിഫ്റ്റിയുടെ PCR 0.91 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 24,850 എന്ന നിലയിലും. വീക്കിലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും ദൃശ്യമാകുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.9 മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 57,000 എന്ന നിലയിലേക്കും മാറി മറിയുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് ദൃശ്യമാകുന്നതെങ്കിലും ലോങ് അപ്പർ ഷാഡോയും മൈനർ ലോവർ ഷാഡോയും ഡെയിലി ടൈം ഫ്രെയിമിൽ ദൃശ്യമാണ്. ഇത് സൂചിപ്പിക്കുന്നത് സെല്ലിംഗ് പ്രഷർ ഹയർ ലെവൽസിൽ അനുഭവപ്പെടുന്നു എന്നാണ്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും പുട്ട് റൈറ്റിംഗും നിലവിൽ ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഐഷ മോട്ടോഴ്സ് പ്രോഫിറ്റിൽ 9.4% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1,205.2 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിലും 14.8% വർധനവ് രേഖപ്പെടുത്തി. കോൾ ഇന്ത്യ പ്രോഫിറ്റിൽ 20.2% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം റവന്യൂവിലും 4.4% ഇടിവ് നേരിട്ടു. ₹5.50 ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വിഗ്ഗി നെറ്റ് ലോസ് 661 കോടി രൂപയിൽ നിന്നും 1,197 കോടി രൂപയായി വർദ്ധിക്കുകയുണ്ടായി. തത്സമയം റവന്യൂവില് 54% വർധനവ് രേഖപ്പെടുത്തി. വേദാന്ത നെറ്റ് പ്രോഫിറ്റിൽ 12% ഇടിവ് നേരിട്ടപ്പോൾ ഓപ്പറേഷൻസ് ഫ്രം റവന്യൂവില് 5.8% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ₹7 ഡിവിഡൻഡ് പെർ ഷെയറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. PB ഫിൻടെക് പ്രോഫിറ്റിൽ 40.6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 60.2 കോടി രൂപയിൽ നിന്നും 84.6 കോടി രൂപയായിട്ട് ഉയർന്നു. റവന്യൂവിലും 33.4% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. സിറ്റി യൂണിയൻ ബാങ്ക് പ്രോഫിറ്റിൽ 15% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 264.5 കോടി രൂപയിൽ നിന്നും 305.9 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിലും 14.2%
7% വർധനവ് രേഖപ്പെടുത്തി. റെസ്റ്റോറന്റ് ബ്രാൻഡ്സ് ഏഷ്യ 49.4 കോടി രൂപ ലോസിൽ നിന്നും 41.9 കോടി രൂപയിലേക്കായി ലോസ് കുറച്ചിട്ടുണ്ട്. റവന്യൂവില് 7.9% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.